ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുഴക്കുന്നുള്ള ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോവാട്ടോ. അപ്പം 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഒരാൾ ഉറങ്ങി എണീച്ച് വരുന്നുണ്ട്. ഇവർ 7:30 പോലൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ ലൂണ ബേബി. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മളൊരു 5 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും കേട്ടോ. അത്ര ദൂരമേ ഉള്ളൂ. നമ്മൾ ഓട്ടോറിക്ഷക്കാണ് പോണത്. അപ്പം നമ്മൾ ഇറങ്ങുവാണ്. നമുക്ക് പോയിട്ട് വന്നാലോ? ബാ. ആമിയും ഞാനും അമ്മയും ആട്ടാ പോകുന്നേ. അപ്പോഴേക്കും ഇതാ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ആമി പകുതി ഉറക്കത്തിലാട്ടോ. 4:30 ഞാൻ അവളെ എണീപ്പിച്ചായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലത്ത് പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് അമ്പലത്തിലേക്ക്. നമ്മൾ അമ്പലത്തിലേക്ക് പോവാൻ നീ എണീക്കുന്നുണ്ടോ എന്ന് ചോദിച്ച പാട് പെട്ടെന്ന് ചാടി എണീച്ചു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞപ്പം മൂപ്പർക്ക് ഒന്നും കൂടി ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോപ്പിട്ട് നിർത്തിയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന കേട്ടോ. നമ്മൾ ഏകദേശം ഇരുട്ടിക്കെത്താനായി. റോഡ് സൈഡിൽ 3-4 ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സ്ഥിരമായിട്ട് നിർത്തിയിടുന്നതാണ്. അത് വൃത്തിയാക്കലോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കീഴൂരെത്തി. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ റോഡിൽ അങ്ങനെ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടായിട്ടില്ല കേട്ടോ. അതുമല്ല ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ തന്നെ പോകാൻ വേണ്ടി നോക്കൂട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അമ്പലത്തിൽ മാത്രമല്ല, ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് അർജൻറ്റ് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 10 മണിക്ക് മുന്നേ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ചൂടങ്ങ് കുറഞ്ഞ് കിട്ടും. ഇതാട്ടോ ഞാൻ എന്നും പോകുന്ന ഹോസ്പിറ്റൽ. കഴിഞ്ഞ വീഡിയോസെല്ലാം കണ്ടില്ലായിരുന്നോ? സുഖമില്ലായിട്ടെല്ലാം കാണിക്കാൻ പോയത് ആ ഹോസ്പിറ്റലാട്ടോ. അങ്ങനെ കാക്കയങ്ങാട് ടൗണിൽ എത്തിയിട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ മുഴക്കുന്നേക്ക്. കാക്കയങ്ങാട് എപ്പോൾ എനിക്കൊരു ഓർമ്മയാട്ടോ. കാരണം ഞാൻ കല്യാണത്തിന് മുന്നേ ജോലി ചെയ്തിരിക്കുന്ന സ്ഥലം കാക്കയങ്ങാടായിരുന്നു കേട്ടോ. ഒരു 3 വർഷത്തോളം കാക്കയങ്ങാട് ഞാനൊരു ഷോപ്പിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ മുഴക്കുന്ന് അമ്പലത്തിൽ എത്താൻ ആയിരിക്കുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 5:30 ആകുന്നല്ലേ ഉള്ളൂ. ഇന്നലെ ഈ അമ്പലത്തിൽ എന്തോ പൂജ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പരിപാടി എന്തോ നടന്നതിൻ്റെ ലക്ഷണമുണ്ട് കേട്ടോ. ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഈ സമയത്ത് പോയിട്ടില്ല, കാരണം നല്ല ഇരുടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും വെളിച്ചം വരുമായിരിക്കും. അപ്പോൾ കാണിച്ചു തരാം. വഴിപാടൊക്കെ ചെയ്തു നമ്മൾ അമ്പലത്തിലേക്ക് പോവാട്ട്. അമ്മയും കുഞ്ഞും മുന്നിൽ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സമാധാനത്തോടെ തൊഴാൻ പറ്റി. അകത്ത് കയറി തൊഴുതിട്ട് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അകത്തൊക്കെ തൊഴുതു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നേരം വെളുത്തു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഫുള്ളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അയ്യപ്പനെ കണ്ടു, ഒരു എള്ളുതിരി സമർപ്പിച്ചു കേട്ടോ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായി. പല മാറ്റങ്ങളും ഇവിടെ കണ്ടു കേട്ടോ. ഇതിനുള്ളിലേക്ക് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം, നാഗസ്ഥാനം, കിരാതമൂർത്തി എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെയെല്ലാം തൊഴുത് നമ്മൾ തിരിച്ച് ഇറങ്ങി. ചുറ്റും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ശാന്തമായൊരു അന്തരീക്ഷം കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ തൊഴുതു നമ്മൾ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ സ്ഥലത്തും തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസാദമൊക്കെ വാങ്ങി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ വന്നത്. ഏത് ക്ഷേത്രത്തിലായാലും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനമോ എന്തോ ഒരു ഫീലിംഗ് അല്ലേ, ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുക. നമ്മളങ്ങനെ തിരിച്ച് നടന്നു. ഞാൻ പോകുമ്പോൾ പറഞ്ഞില്ലായിരുന്നോ ക്ഷേത്രക്കുളം കാണിച്ചു തരാമെന്ന്. ഇതാ നല്ല വെട്ടമൊക്കെ വന്നു. ക്ഷേത്രക്കുളമൊക്കെ കണ്ടു. നമ്മളങ്ങനെ തിരിച്ചിറങ്ങി. 6:15 ആയിട്ടോ നമ്മൾ ഇറങ്ങുമ്പം. ഇനി ഒരു 6:45 ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ വീട്ടിലെത്താം. ഈ വീഡിയോ കാണുന്ന എത്ര പേര് മൃദംഗശൈലേശ്വരി അമ്പലത്തിൽ പോയിട്ടുണ്ട്? പോകാത്തവരെന്തായിരുന്നു പോയിക്കോട്ടോ. കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഭഗവതി ക്ഷേത്രമായി മാത്രമല്ല ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പഴശ്ശിരാജയുടെ പരദേവത ക്ഷേത്രമെന്നും കഥകളിയുടെ വന്ദന ശ്ലോകം എഴുതപ്പെട്ട ക്ഷേത്രമെന്നും കൂടി ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പഴശ്ശിരാമൻ നിർമ്മിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത്.
നെയ്വിളക്ക് കത്തിച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതാഗ്രഹവും ദേവി സാധിച്ചു തരുന്ന കേട്ടോ പറയപ്പെടുന്നത്. ഞാനും ഒരു നെയ്വിളക്ക് കത്തിച്ചായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ നാട്ടിലെത്തി. ഈ കാണുന്ന അമ്പലത്തിൽ ഈ ആഴ്ച ഉത്സവമാണ്. 6-ാം തീയതി നമ്മൾ ടോപ്പ് സിംഗറിലെ അനന്യക്കുട്ടിയുടെ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നാട്ടിലെത്തിയാൽ ഒരു പ്രത്യേക വൈബാണ്. വയലും ചെറുങ്ങനെ മഞ്ഞും തണുത്ത കാറ്റും, 2 വശങ്ങളിലും കുറേ വെള്ളമുണ്ട് കേട്ടോ. കുറേ ചേട്ടന്മാർ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പുറകെ തന്നെ 3-4 പട്ടികളും ഉണ്ട് കേട്ടോ. ഏത് സ്ഥലത്ത് പോയാലും ഇപ്പം ഒരു കൂട്ടം പട്ടികളെ കാണാം. ഏത് സമയത്താണ് കടിക്കുന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല. എൻ്റെ വീഡിയോസിലൊക്കെ സ്ഥിരം കാണുന്ന സ്ഥലം കേട്ടോ ഇത്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ സ്ഥലമെല്ലാം ഇപ്പം കാണിക്കലുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, മൃദംഗേശ്വരേശ്വരി അമ്പലത്തിൽ പോകാത്തവർ എന്തായാലും ഒന്ന് പോകണം. നമ്മളിപ്പോൾ കണ്ണൂർ തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് വേഗം പോകാൻ പറ്റുന്നത്. പോയാൽ ഒരു പോസിറ്റീവ് എനർജി എന്തായാലും ഉണ്ടാവും. അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് ദേവീനെ കാണുക. നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. നമ്മളെ കാത്ത് ലൂണ ബേബി അവിടെ ഇരിപ്പുണ്ട്. കണ്ടപാട് ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ സൂര്യൻ ചേട്ടനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.